ഒരു 25 ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗൾഫിൽ പോവുക. അപ്പോൾ അതിന് മുന്നേ വണ്ടി ഓടിക്കാൻ ഒരാളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഈ വണ്ടി വീട്ടിൽ കിടന്ന് പറഞ്ഞ് നാശാവുള്ളൂ. ഒരാളെ വീട്ടിൽ സ്ഥിരമുള്ള ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവുക. അപ്പോൾ ഇവളെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോണത്. നല്ലൊരു ഡ്രൈവറാക്കി എടുക്കണം. 25 ദിവസം സമയമുണ്ട്. ശരിയല്ലേ? വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണ്ടത്? ആദ്യം സീറ്റ് ബെൽറ്റ് ഇടും, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്റർ ഏതാണെന്ന് അറിയാം? ഏതാ? അപ്പോൾ അത് മൂന്നും അറിയാം. വണ്ടി ന്യൂട്രൽ ലൈന്, വണ്ടി ന്യൂട്രാക്കണം. ക്ലച്ച് ചവിട്ടണം, ക്ലച്ച് ചവിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാം. ഗിയറിലാണോ? ഏത് ഗിയറില്? ഫസ്റ്റ് ഗിയറില്ല? എങ്ങനെ മനസ്സിലായേ? ഊഹം വെച്ചിട്ടല്ല, നിനക്ക് അറിയാവുന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് ഇത് ഫസ്റ്റ് ഗിയറിലാന്ന് എങ്ങനെ മനസ്സിലായേ? ഇത് ന്യൂട്രല്, ക്ലച്ച് ചവിട്ട്. ഫസ്റ്റ് ഗിയറിലേക്ക് എങ്ങനെ ഇടുക അറിയാം? ഇട്ടേ ഫസ്റ്റ് ഗിയർ. സെക്കൻഡിലേക്ക് ഇടാൻ അറിയാം? ഇട്ടേ എത്ര? ആരാ പറഞ്ഞ്? സെക്കൻഡിലേക്ക് അങ്ങനെയല്ല ഇടുക, ന്യൂട്രാക്ക്. ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയറിൽ കളിക്കണേ ക്ലച്ച് കിട്ടുക. സെക്കൻഡ് ന്യൂട്രാക്ക്. സെക്കൻഡിലേക്ക് ഇടാൻ അറിയാം? ഇതാണ് സെക്കൻഡ് ഗിയർ. ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും ഇടുമ്പോൾ ഗിയർ ഇങ്ങോട്ട് തള്ളുക, ഇത് ഫസ്റ്റ്. അതേപോലെ തന്നെ സെക്കൻഡിലേക്ക് അങ്ങനെ തന്നെ വലിച്ചിടണം. ഇനിയിപ്പോൾ ന്യൂട്രാക്കിയതിന് നിങ്ങൾ ന്യൂട്രാക്കിയിട്ട് ഇങ്ങനെയാണ് ഇടുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇങ്ങോട്ട് തള്ളിയിട്ട് തന്നെ ഇടണം. ഇനി ഒന്നിച്ചിടണം വെച്ചെങ്കിൽ ഇങ്ങനെ ഈ സൈഡിലേക്ക് ചരിച്ചു പിടിച്ചിടണം. മനസ്സിലായോ? ഇതിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡിലേക്ക് ഇട്ടേ, സെക്കൻഡായി. ഈ തേർഡ് ഗിയർ ഇടാൻ അറിയോ? തേർഡ് ഇട്ടേ, തേർഡായ? സെക്കൻഡിലേക്ക് ഇട്ടേ, ഇനി തേർഡിലേക്ക് ഇട്ടേ. വെറുതെ ന്യൂട്രാക്കിയാൽ മതി, പിന്നെ നേരെ തള്ളി കഴിഞ്ഞാൽ ന്യൂട്രാക്ക്. ഫിഫ്ത്ത്. ഇത് ഗിയറിലേക്ക് നോക്കാണ്ട് ചെയ്യാൻ പറ്റുമോ? നോക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വേണ്ട, സാവധാനം ചെയ്തോ. നീ ഒരു 10 തവണ ഗിയറിട്ട് പഠിച്ചോ കേട്ടാ. അപ്പം ന്യൂട്രൽ വീണു കഴിഞ്ഞാൽ വെറുതെ തള്ളി കഴിഞ്ഞാൽ തേർഡിലേക്ക് പോകും. ഇനി അതേപോലെ വെറുതെ വലിച്ചാൽ ഫോർത്തിലേക്ക് പോകും. വെറുതെ വലിച്ചു വരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടില്ല അല്ലാത്ത പരിപാടി. നമുക്ക് മനസ്സിലാവണില്ലേ പറയണത്? ഗിയറും എപ്പോൾ കളിക്കുമ്പോഴും ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിക്കുക. പകുതിയിൽ ചവിട്ടി പിടിച്ചിട്ടുള്ള പരിപാടി ഗിയർ ഇടുമ്പോൾ ഇല്ല. ഫസ്റ്റ്, സെക്കൻഡ് അതിപ്പോൾ പിടിച്ച അറപ്പൊന്നും വിചാരിക്കണ്ട. എന്തിനാ ഈ വിരലോടെ ഇങ്ങനെ പിടിക്കണേ? വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ വീല് സ്റ്റഡി ആണെന്ന് എങ്ങനെ അറിയാം? നേരെ നിൽക്കുകയാണ് ഈ വീല് സ്റ്റഡി. അത് 2 വട്ടം തിരിച്ചു കഴിഞ്ഞാൽ വീല് ഫുൾ ക്രോസ് നിൽക്കണമെങ്കിൽ നേരെയാവും. സ്റ്റിയറിംഗ് 2 വട്ടം കൂടി തിരിച്ചത് പിടിക്കാനും തിരിക്കും. ഇപ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് ബാക്കിലേക്ക് പിടിച്ചേ, നല്ല നേരെയൊക്കെ നീ നടക്കും. അപ്പോൾ നേരല്ലേ? ഇപ്പോൾ വീൽ സ്റ്റഡി ആണോ? വീൽ സ്റ്റഡി അല്ല, നീ അങ്ങോട്ട് ഫുള്ളും പിടിച്ച് പിടിച്ചേ.
ഫുള്ള് പിടിച്ചില്ലേ? ഇപ്പൊ ഫുള്ള് അങ്ങോട്ട് തിരിച്ചിരിക്കണം. ഇനി ഇങ്ങോട്ട് ഇറക്കിയ എത്ര വട്ടം ഇറക്കാൻ പറ്റിയ ഇറക്ക്? 1 2 3 4 4 വട്ടം അല്ലേ? അപ്പൊ 2 വട്ടം ഇറക്കി കഴിഞ്ഞാൽ വീല് സെൻറ്റർ ആവും. 2 വട്ടം കൂടി ഇറക്കിയപ്പോഴാണ് വീല് സൈഡിലേക്ക് പോയത്. ഇനി 2 വട്ടം തിരിച്ചിറക്കി 1 2 അപ്പോഴാണ് വീല് സ്റ്റഡി. മനസ്സിലായോ? നിർത്തിയിട്ട് അങ്ങനെ വണ്ടി വീല് സ്റ്റഡി ആണെന്ന് അറിയാണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ഇത് എന്റെ ഭാഗത്തേക്ക് നോക്കണ്ട. അതിൽ ഒരു തിരിയും കൂടി തിരിച്ചാലും എന്റെ ഭാഗത്തേക്ക് ആയിട്ട് വന്ന് ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും ഫുള്ളായിട്ട് മുട്ടിച്ച് ചവിട്ടുക. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഫസ്റ്റിലോട്ട് ടെസ്റ്റ് കിട്ടും. ഞാൻ ബ്രേക്കുമ്പോൾ കാര്യം വെച്ചോ, അമർത്തിക്കോ. ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യാറില്ല. ലേശം പൊന്തിക്കുക. പൊന്തിക്കുന്നതോടൊപ്പം ഇതിനെ പ്രസ് ചെയ്യുക. അങ്ങനെ ഒന്ന് പൊന്തിക്കാറുണ്ടോ? അപ്പോൾ തന്നെ ദിവസമായി വിടും. ഇതിടാനാണെങ്കിൽ പിടിച്ചിട്ട് ഇത് വലിക്കുക. ഇതിട്ടു പരമാവധി ടൈറ്റിലിടുക. എന്നാലും വണ്ടി കയറ്റത്തേക്ക് നിർത്തി വെച്ചാൽ ഇറങ്ങി പോകാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് ഒന്ന് പൊന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റിലീസ് ആവും. ഇതൊരു ലോക്കുകളാണ്. അപ്പോൾ ഒന്ന് പൊന്തിച്ചാൽ ആ ലോക്കിലേക്ക് ഫ്രീ ആവുള്ളൂ. ഇതിലേക്ക് പ്രസ് ചെയ്യാം. ഞാൻ വെച്ചോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഏതാണ്ട് നിരപ്പുള്ള വഴിയാണ്. ഈ ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലത്തിട്ട് നോക്കിയൊക്കെ വണ്ടി ബാക്ക് ഇറങ്ങുന്നുണ്ടോ? വലിയ കുഴപ്പമില്ല. ഈ പച്ചന്ന് കാലത്ത് പിടിക്കല്ലേ, ഒരു വൈബ്രേഷൻ വന്നില്ലേ? ഇതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങളുടെ വണ്ടി പോകാം. അല്ലാണ്ട് നീ എത്ര കാലം ചെയ്താലും വണ്ടി പോകില്ല. ഇപ്പോഴെങ്കിൽ അപ്പോൾ നീ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആ ഹാഫ് ക്ലച്ചിൽ ഉണർന്ന് നിർത്തണം കാലിന്. അവിടെ ഞങ്ങളുടെ വണ്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായേ? മനസ്സിലായിട്ടിങ്ങനെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ പോട്ടെ. സ്റ്റിയറിംഗ് നോക്കിയിട്ട് നല്ല മതി. ക്ലച്ചിൽ ഫുള്ള് കാലെടുത്തോ. ഈ ടാറിങ്ങിൻ്റെ ലാസ്റ്റ് കൊണ്ട് നിർത്തിക്കും. അങ്ങനെ പോയാൽ മതി. നിർത്തുമ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ട്. ബ്രേക്ക് ഇട്ട് നിർത്തും. ബ്രേക്ക് ഇട്ട് ക്ലച്ച് ഫുള്ളി എവിടെയില്ലേ? നീ എവിടെയിട്ട് റിവേഴ്സ് അറിയാം. ന്യൂട്രാക്കി റിവേഴ്സ് അറിയാം. ഇവിടെ നോബിള് ഇതിന് പൊന്തിക്കുക. ഫസ്റ്റ് ഗിയർ ഇട്ടത് ഇങ്ങനെയല്ലേ? ഫസ്റ്റിൻ്റെയും ഇപ്പോൾ തന്നെ റിവേഴ്സ് ഇടണം. ചില വണ്ടികൾക്ക് ഇവിടെ വരുന്നുണ്ടാവുക. ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ 5ൻ്റെ പുറത്തുണ്ടെങ്കിൽ അങ്ങനെ കളിയിട്ട് ബാക്ക് ഇട്ടിട്ടാണ്. പിന്നെ അവിടെ കയറില്ലേ ഇതിൻ്റെ റിവേഴ്സ് ഗിയർ ഇവിടെയാണ്. ഇവിടെ ഈ കാണുന്ന ഈ പൊന്തിക്കുക. നിങ്ങൾ പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഗിയർ പോലെ തന്നെ ഇവിടെ തള്ളി കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ വേർതിരിക്കാം. വേർത്ത് വരുമ്പോൾ ഇത് വരും. ഇതൊന്നും വന്നില്ലെങ്കിലും ഇത് സൗണ്ട് വരും. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഫസ്റ്റ് വീണെന്നുണ്ടെങ്കിൽ അതൊന്നും കഴിയില്ല. റിവേഴ്സിൻ്റെ സൗണ്ട് പോയില്ല. എവിടെയാ പിടിക്കണേ? നോടിട്ടെ നമുക്ക് മനസ്സിലാവുണ്ടോ? ഇതൊക്കെ പിടിച്ചോ? അതിൽ മാത്രം ആക്കണ്ട. ഗിയറിലും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചേക്കണേ. ഇത് പിടിച്ചിട്ട് വേണം തിരിക്കണേ. നിങ്ങൾ എപ്പോഴും റിവേഴ്സ് ഗിയറിൽ വീഴില്ല. അതിൻ്റെ പല്ല് ഇങ്ങനെ വരഞ്ഞിട്ട് നിൽക്കും. എനിക്ക് പിടിക്കണേ. നീ എന്താ നീ കാണിക്കണേ? ഗിയർ വീഴുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ പിടിക്കണ ശരിയല്ല. നീ നമുക്ക് കറക്റ്റ് തന്നെ ക്രോസ് പിടിക്കാൻ പറ്റില്ലേ? പൊന്തിക്ക്. നീ ഇങ്ങോട്ട് തള്ളിയത് വിടുമ്പോൾ അതിന് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗിയർ ഇടുമ്പോൾ മാത്രം അതിന് പിടിച്ചാൽ മതി. വിട്ടോ ഒരു ഗിയർ വീണു. നിങ്ങൾക്ക് ആ റോഡ് കാണാൻ ചെറിയ കണ്ണാടി കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വരികയാണ്. ആ റോഡ് കാണില്ല. അങ്ങനെ ഇരിക്കണ റോഡ് വലിയ കണ്ണാടി കൂടി കാണാം, ചെറിയ കണ്ണാടി കൂടി കാണാം. ആ റോഡ് എത്താറാകുമ്പോൾ ഫുള്ളായിട്ട് ഈ സൈഡിലേക്ക് വിളിച്ചിട്ട് റിവേഴ്സ് എടുക്കാം. അതിലേക്ക് നോക്കിയാൽ റിവേഴ്സ് പിന്നിൽ ഇറങ്ങും. ഓടിച്ച് നോക്ക്. അതിന് വെക്കാൻ നിർത്തും. അല്ല അതിൽ കാലം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിടിക്കാം. അച്ഛൻ വീണ്ടും ചവിട്ടിയാൽ വീണ്ടും വണ്ടി നിൽക്കും. ആ ഒരു വൈബ്രേഷൻ വരുന്നതിൽ കാല് വെക്കണം. പതുക്കെ പിന്നീട്ടില്ല. നേരെ പോയി ഇതിൽ നോക്കാട്ടാ വേണമെങ്കിൽ. നീ ഫുൾ ഓടിച്ചോ. തുടങ്ങി പോട്ടെ. അപ്പൊ ഞാൻ സ്റ്റഡി ആക്കണ്ട. സ്റ്റഡി പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ വണ്ടി ഹാഫ് ക്ലച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൻ്റെ ആവശ്യമില്ലേ? ബ്രേക്ക് എന്തിനാ? വണ്ടി നിർത്താൻ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ ഫസ്റ്റ് എടുത്ത് ഫസ്റ്റാണോ നോക്കിക്കോ. നീ വണ്ടി നോക്കിയാൽ ഫുൾ ഓടിച്ചിട്ട് ആ വഴിക്ക് സ്റ്റഡി ആക്കിയിട്ടാണോ നോക്കും. ഫുള്ളല്ലേ ഇപ്പോൾ? അപ്പം പിന്നെ അങ്ങനെ എടുത്താൽ പോരെ? സ്റ്റഡി ആക്കി നോക്കിട്ടാ എങ്ങടാ പോണേ? സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണേ? വെറുതെ വണ്ടി റോഡിന്റെ നടുക്കിലേക്ക് എത്തണ്ടേ? ഏതിന് മാത്രം? എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? ആക്സിലേറ്റർ കൊടുത്തേക്ക് കുറച്ച്.
ആദ്യം ക്ലച്ച് ഔട്ട്. അപ്പോൾ പതുക്കെ പോകണം, ക്ലച്ച് ഫുള്ളായിട്ട് ഔട്ട്. അപ്പോൾ ചെറിയൊരു സ്പീഡ്, വണ്ടിയുടെ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പീഡ് വരും. അതിൽ പതുക്കെ ബ്രേക്ക് ആയാലും ചാകും. ഒറ്റയടിക്ക് അങ്ങനെ ഔട്ടണ്ട, രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ ഔട്ടാണ്. ആദ്യം ക്ലച്ച് ഫുള്ളായിട്ട് ഔട്ട്. അപ്പോൾ പതുക്കെ പോകണതുണ്ട്. അവിടെ എത്താറാകുമ്പോൾ ഫുൾ ഓടിക്കണം. എങ്ങനെ ഓടിക്കണം? അങ്ങോട്ട് ഓടിച്ചിട്ട് നിർത്താം. വണ്ടി എനിക്ക് നേരെ സ്റ്റഡി കയറ്റിട്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട് പോകട്ടാ. നീ ഫ്രണ്ടിക്കല്ലേ ബാക്കിലേക്കല്ലേ പോണേ? സ്പീഡ് കൂടി തുടങ്ങിട്ടാ. നീ ക്ലച്ച് ഫുള്ള് കാലെടുക്കണ്ട, അപ്പോൾ സ്പീഡ് കൂടുക. അതിൽ കൺട്രോളിങ് നീ നോക്കുക അതിൻ്റെ സ്പീഡ്. നീ ബ്രേക്കിൽ കാല് വെച്ചിട്ട് നീ ക്ലച്ച് റിലീസ് ചെയ്യുന്നത്. വണ്ടിയുടെ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിൽ മാത്രം നോക്കി നോക്കുക. ബ്രേക്കിൽ കാല് വെക്കാണ്ട് മൂവി തുടങ്ങി പിന്നെ ബ്രേക്കിൻ്റെ ആവശ്യമില്ല. പതുക്കെ വെറുതെ മനസ്സിലാവണ്ട. അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ പോവുക? അത് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കിയാൽ മതി. റിവേഴ്സ് ആണ് വെക്കണെന്നുള്ളൊരു ബോധം ആദ്യം വേണം. അപ്പൊ ഫ്രണ്ട് ടയർ ഇപ്പൊ നീ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ ഇങ്ങനെ തിരിയാ. അങ്ങനെ തിരിഞ്ഞാൽ റിവേഴ്സാ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങോട്ടല്ലേ വരിക. എന്തുട്ടോ ഒക്കെ നീ കുറച്ച് ഫ്രണ്ട് എടുത്ത് ഞാൻ പറഞ്ഞ എന്തുട്ടാ നീ കാണിക്കണ? നീ റിവേഴ്സിലേക്ക് ഇടാനല്ലേ, ഫസ്റ്റ് ന്യൂട്രൽ ആക്കാനല്ലേ ഈ തേങ്ങ പിടിച്ച് പൊന്തിക്കണേ? അതെന്തിനാ? എന്തിന് വരണം? ന്യൂട്രാക്ക ഇങ്ങോട്ട് തട്ടി ന്യൂട്രാ. ഇതൊന്നും പിടിച്ച് ഇങ്ങനെ നാക്കണ്ട. തട്ടിയാൽ മതി. നീ റിവേഴ്സ് ഇട്. റിവേഴ്സ് ഇടാൻ മാത്രമേ പൊന്തിച്ചാൽ മതി. കാല് വേണ്ട. മനസ്സിലാവണ്ട പറയണത്? മനസ്സിലായിട്ടാണോ പോകുന്നത്? ടെൻഷൻ അടിക്കണ്ട. ഇവിടെ വണ്ടികളൊന്നും ട്രാഫിക്കില്ല, പോലീസുകാരില്ലേ, നീ പേടിക്കണ്ട. പറമ്പാ സെക്കൻഡ് ഇട്ടോ മതി മതി. ഇതിന് സമയം എന്തിനാ?
കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് കംപ്ലൈന്റ് വരല്ലോ. കുഴപ്പമൊന്നുമില്ല. വല്ലവരും വണ്ടിയൊന്നുമില്ല. ഫസ്റ്റ് ഡേ കേട്ടാ, ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ഡേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസം വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് കേട്ടാ. ഇനി ഏതാണ്ട് ഒരാഴ്ചയുള്ളൊക്കെ അവിടെ സെറ്റാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.